ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പാലക്കാട് മലമ്പുഴ ഡാം സൈറ്റിലേക്കാണ്. മലമ്പുഴ ഡാം സൈറ്റും മലമ്പുഴ ഗാർഡനും ഒന്ന് കാണുക എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. പണ്ടെങ്ങോ ബാല്യത്തിൽ സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ കൈ പിടിച്ച് പോയതല്ലാതെ പിന്നീട് അത്തരമൊരു കാഴ്ചകൾ വിശാലമായി കണ്ടിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു കാഴ്ചകൾ ഇന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചാണ് ഞാനും പങ്കാളിയും മലമ്പുഴ ഡാമിലേക്ക് എത്തിയത്. ഞങ്ങളങ്ങനെ മലമ്പുഴ ഡാം സൈറ്റിൻ്റെ കവാടത്തിലെത്തി ടിക്കറ്റ് നിരക്കൊക്കെ നോക്കി ടിക്കറ്റ് എല്ലാം എടുത്ത് മെല്ലെ അകത്തേക്ക് കടക്കുകയാണ്. പണ്ടത്തേതിലും വ്യത്യസ്തമായി ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് മലമ്പുഴ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. എവിടെ നോക്കിയാലും അതിമനോഹരമായ ഗാർഡൻ. പക്ഷേ പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് അനുഭവപ്പെട്ടത് മറ്റ് സൗകര്യങ്ങൾ, സഞ്ചാരികൾക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനുമുള്ള ഒരുപാട് ഇടങ്ങളും ശൗചാലയങ്ങളുമൊക്കെ ഒരുപാട് മേഖലകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പണ്ടത്തെ തീവണ്ടിയുടെ ഒരു മാതൃക നമ്മെ കവാടത്തിൽ തന്നെ സ്വീകരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആ പച്ചപ്പ് നിറഞ്ഞ ബുഷ് ചെടി വെട്ടി നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു കുളിർമയും ഉന്മേഷവും തോന്നി. അവിടെ നിന്ന് നടന്നു ചെന്നപ്പോഴാണ് ഒരു ചിത്രശലഭം നമ്മെ സ്വീകരിക്കുന്നത് പോലെ അവിടെ നിൽക്കുന്നു. പങ്കാളിക്ക് അത് കണ്ടപ്പോൾ സന്തോഷം സഹിക്കവയ്യാതായി. എന്നാൽ അതിൻ്റെ കൂടെ ഒന്ന് പറന്നു കളയാമെന്നുള്ള കണ്ടീഷനിലാണ് പങ്കാളി. എന്നാൽ ഞാനും ഒക്കെ കൂടെ കൂടാമെന്നുള്ള കണ്ടീഷനിൽ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഗാർഡൻ്റെ പുതിയ കാഴ്ചയിലേക്ക് ഞങ്ങൾ മാറുകയാണ്. എവിടെ നോക്കിയാലും ഏത് മരങ്ങൾ നോക്കിയാലും എല്ലാം വളരെ മനോഹരമായി, വൃത്തിയായി, ഭംഗിയായി വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഗാർഡൻ്റെ പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ വിശാലമായ ഏരിയ നോക്കി ഡാമിൻ്റെ അങ്ങ് കാണുന്ന ഡാം സൈറ്റിൻ്റെ താഴേക്ക് നടന്ന് നീങ്ങുകയാണ്. അപ്പോഴാണ് പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ പച്ചപ്പ് വിരിച്ച മൈതാനം. എവിടെ നോക്കിയാലും ഗാർഡനുകൾ പച്ച നിറമാണ്. അങ്ങനായി പൂക്കളുമുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ഗാർഡൻ്റെ സൈഡിലായി ഉണ്ണിക്കണ്ണനിരിക്കുന്നു. വെള്ളത്തിൻ്റെ നടുക്ക് നമ്മൾ ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോൾ വല്ലാത്തൊരു ആകർഷണം തോന്നി. സർപ്പങ്ങളുടെ മുകളിലാണ് പുള്ളിയുടെ ഇരിപ്പ് എന്നുള്ളത് മറ്റൊരു കാഴ്ച. പങ്കാളിയും അതോടൊപ്പം പങ്കുചേർന്നു. ഞാനാണെങ്കിൽ ഈ പൂക്കളുടെ ഭംഗി, അലറിച്ചെളികളുടെയും മറ്റ് അലങ്കാര പൂക്കളുടെയും ആ സൗരഭ്യവും മണവും വല്ലാതെ ആകർഷിച്ചു. ഞാൻ അതിൻ്റെ അടുക്കിലേക്ക് മെല്ലെ നീങ്ങുകയാണ്. പൂ ഒരെണ്ണം പോലും ഞാൻ പറിച്ചില്ല. എന്നാൽ അലറിയിൽ നിന്ന് അറ്റുവീണ ഒരു പൂവിനെ ഞാൻ കയ്യിലെടുത്തപ്പോൾ എനിക്ക് ആ പൂ അവിടെ തന്നെ വെച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ആ പൂവിനെ തിരികെ അവിടെ തന്നെ വെച്ച് ഞാൻ അടുത്ത ചെടിയിലേക്ക് പൂമ്പാറ്റകളെ പോലെ പാറിപ്പറക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ണ് തള്ളിപ്പോയി എന്നൊക്കെ പണ്ട് നമ്മൾ പറയും. എന്നാൽ പൂക്കളുടെ ഭംഗികൾ കണ്ട് കണ്ണ് തള്ളിപ്പോയി, കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ വയലറ്റ് പൂക്കൾ നമ്മെ വല്ലാതെ പിടികൂടി. ആ വയലറ്റ് പൂക്കൾ എവിടെ നോക്കിയാലും ആ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പണ്ടത്തെ അത്ര ഫൗണ്ടനുകളൊന്നും കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിലും റോപ്പ് വേ വളരെ വിശാലമായ തരത്തിൽ ഒരുപാട് എണ്ണത്തിലും വർധനവ് വരുത്തി ഒരുപാട് ആളുകൾക്ക് ഒന്നിച്ച് സഞ്ചരിക്കാൻ പാകത്തിന് റോപ്പ് വേ വർക്ക് ചെയ്യുന്നു. ഈ പൂ എന്നെ കൊണ്ടേ പോകൂ എന്നുള്ള കണ്ടീഷനിലാണ്. അത്രമാത്രം ആകർഷണമാണ് ഈ വയലറ്റ് പൂക്കൾക്ക്. ചെടിയുടെ പേര് ഞാൻ മറന്നുപോയി. പങ്കാളിയാണെങ്കിൽ ഈ പൂവിനെ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കുകയാണ്. എത്ര കണ്ടാലും മതിയാവുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും.
ഞാനും ആ പൂക്കളെ വീണ്ടും ഒന്നുകൂടെ വലം വച്ച് തിരികെ വരികയാണ്. ഒരുപാട് ഏരിയയിൽ ആ പൂക്കൾ കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇടവും ഒരു മൂലയും വിട്ടുപോകാത്ത തരത്തിൽ ഞങ്ങൾ പാർക്കിനെ ഒന്നടങ്കം നമ്മുടെ വീഡിയോയിലേക്ക് പകർത്തുകയാണ്. ക്യാമറയിൽ ഉൾക്കൊള്ളാനാവാത്ത അത്ര വിശാലതയാണല്ലോ മലമ്പുഴ ഗാർഡന്. ഒരുപാട് നിർദ്ദേശങ്ങളും മറ്റും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ നിർദ്ദേശങ്ങളും സെക്യൂരിറ്റി ഫോഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾ പ്ലാസ്റ്റിക് കുപ്പികളും കൂടുകളും ഒക്കെ വലിച്ചെറിയുന്ന ഒരു പ്രവണത അങ്ങിങ്ങായി കാണുന്നു. പോലീസിൻ്റെ നിർദ്ദേശം വളരെ വ്യക്തമായി തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ ആളുകൾ ഇപ്പോഴും കുപ്പികളും മറ്റും വലിച്ചെറിയുകയാണ്. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഗാർഡനിൽ നടന്ന് താഴെ അറ്റത്തെത്തി. നമ്മുടെ ഡാമിൻ്റെ 2 ഷട്ടറുകൾ മെല്ലെ തുറന്നിട്ടിരിക്കുന്ന ആ കാഴ്ച അതിമനോഹരമായ ഒരു രസകരമായ കാഴ്ചയാണ്. ആ കാഴ്ചയെ കണ്ട് ആ കൊച്ചു തൂക്കുപാലത്തിൽ കൂടി ഞങ്ങൾ മെല്ലെ നടന്നു നീങ്ങുകയാണ്. തൂക്കുപാലത്തിൻ്റെ നടുക്ക് ഭാഗം അല്ലെങ്കിൽ മധ്യഭാഗത്തെത്തിയപ്പോൾ എനിക്ക് ആ കാഴ്ച ഒന്നുകൂടെ പകർത്തണമെന്ന് തോന്നി. അങ്ങനെ ആ കാഴ്ചയെ ഞാൻ നിങ്ങൾക്ക് പകർത്തി തിരികെ തരികയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഓരോന്നും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് പങ്കാളി ഒരു ഐസ്ക്രീമും വാങ്ങി അങ്ങനെ തിന്നുകൊണ്ട് ഡാം സൈറ്റിൻ്റെ താഴെ കൂടെ മെല്ലെ മെല്ലെ നടന്നു നീങ്ങുകയാണ്. ഇത്തരം കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഈ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ അതിനുശേഷം ഒരു ഓൾ ഓപ്ഷൻ വരും. ആ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് എത്തിച്ചേരും. അത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഒരു ലൈക്ക് അടിക്കാൻ നിങ്ങൾക്ക് പിശുക്ക് കാണിക്കരുത്. അതിന് പ്രത്യേകിച്ചൊരു മുടക്കുമില്ല. അതും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ മെല്ലെ മുൻപോട്ട് നടക്കുകയാണ്. ഇനിയാണ് യക്ഷി പാർക്ക്. യക്ഷി പാർക്കിനെ ലക്ഷ്യമാക്കി ഞാനും പങ്കാളിയും അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ യക്ഷി അങ്ങനെ പൂർണ്ണ നഗ്നയായി അവിടെ ഇരിക്കുകയാണ്. ഭാര്യയ്ക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മലമ്പുഴ ഡാമിൻ്റെ പ്രത്യേകതകളും ഗാർഡൻ്റെ പ്രത്യേകതകളും ഒക്കെ പകർത്തുമ്പോൾ ഈ ഒരു യക്ഷിയെ പകർത്തിയില്ലെങ്കിൽ അത് നമ്മുടെ ചാനലിൽ ഒരു കുറവായിരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ ഭംഗിയായി തന്നെ യക്ഷിയെ പകർത്താൻ ചെന്നപ്പോൾ അവിടെ വനിതകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ അവരെക്കാൾ സുന്ദരി ഇവരാണ് എന്നൊരു തോന്നലിൽ എല്ലാവരും അവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പങ്കാളിയുമൊത്ത് യക്ഷിയെയും പകർത്തി ഞങ്ങൾ അങ്ങനെ ബോട്ട് റേസിങ്ങിൻ്റെ ആ ഒരു സായാഹ്നത്തിൻ്റെ സവാരി ജംഗ്ഷനിലേക്ക് മെല്ലെ ഒന്ന് കണ്ണോടിച്ചു. അല്പസ്വല്പങ്ങളായി കുറച്ച് ആളുകളൊക്കെ ബോട്ട് യാത്രയ്ക്ക് തയ്യാറായി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ തിരികെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുന്ന കാഴ്ചകളും അതിലൂടെ പോകുന്ന ആളുകളെയും കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പോഴാണ് പങ്കാളിക്ക് വലിയൊരാഗ്രഹം. വലിയൊരു പേരാൽ മരം അങ്ങനെ വളർന്ന് പന്തലിച്ച് വർഷങ്ങളുടെ പഴക്കം കൊണ്ട് വേരുകൾ ഇറങ്ങി വീണ്ടും അത് മരമായി മാറിയിട്ടുള്ള വലിയ ഒരു പഴംപുരാണ കഥയിലെ ഒരു നായികയെ പോലെ അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ചുവട്ടിലിരുന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭാര്യയ്ക്ക് ആഗ്രഹം. അതും കഴിഞ്ഞപ്പോഴാണ് ബോട്ടുകൾ നിരനിരയായി അങ്ങ് തടാകത്തിലൂടെ നീന്തിക്കളിക്കുന്നത്. അങ്ങനെ അടുത്ത വഴി നോക്കിയപ്പോൾ യക്ഷി പാർക്കും കഴിഞ്ഞ് പിന്നെ ഡാം സൈറ്റാണ്. എന്നാൽ ഡാമിലേക്കുള്ള വഴിയെ നേരെ ടവറിൻ്റെ ചോട്ടിൽ കൂടി മെല്ലെ മുകളിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പടപ്പുറപ്പാടിലാണ് ഞങ്ങൾ. അപ്പോഴാണ് ഒരു കാറ്റാടി യന്ത്രം പണ്ടെങ്ങോ സ്ഥാപിച്ചത് ഇപ്പോഴും അനങ്ങാതെ കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു വാചകം അവിടെ വായിക്കാനിട വന്നു. അവസാനത്തെ പ്രതീക്ഷ കൈവിട്ടു പോയിട്ടില്ല എങ്കിൽ എപ്പോഴായിരിക്കും നമുക്ക് വലിയൊരു പ്രതീക്ഷയായി പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചൂണ്ടുപലക വല്ലാത്തൊരു ആത്മസംതൃപ്തി തോന്നി. അങ്ങനെ ഡാമിൻ്റെ സൈഡിൽ കൂടി ഞങ്ങൾ മെല്ലെ മുകളിലേക്ക് കയറി. ഡാമിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് അതിവിശാലമായ തടാകം, അണകെട്ടി നിർത്തിയിട്ടുള്ള ജലാശയം എത്ര വിശാലമാണ് എന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ എനിക്ക് കഴിയുന്ന തരത്തിൽ അതിൻ്റെ ഭംഗി പകർത്തിയിട്ടുണ്ട്.
ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഡാമിൻ്റെ മുകളിലൂടെ മെല്ലെ മെല്ലെ അങ്ങനെ നടന്ന് ജലാശയം മൊത്തം എൻ്റെ ക്യാമറ കണ്ണിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ്. ജലാശയം മുഴുവനായി പകർത്തി അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്ന് നീങ്ങുമ്പോൾ പാലത്തിലൂടെ നല്ല തിരക്ക് അനുഭവപ്പെടുകയാണ്. ഒരുപാട് പേർ പാലത്തിലൂടെ അങ്ങിങ്ങായി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. എത്ര പറഞ്ഞാലും മതി വരാത്ത കാഴ്ചകൾ, അങ്ങ് സഹ്യാദ്രിയുടെ കാഴ്ചകൾ നമ്മുടെ ക്യാമറ കണ്ണിൽ ഒതുങ്ങാതെ നിൽക്കുകയാണ്. അങ്ങനെ വിശാലമായ കാഴ്ചകൾ വീണ്ടും വീണ്ടും നമ്മുടെ സഹ്യാദ്രിയുടെയും ജലാശയത്തിൻ്റെയും കാഴ്ചകൾ പകർത്തി ഞങ്ങൾ മുന്നേറുകയാണ്. ആ മുന്നേറ്റത്തിൽ വീണ്ടും ഞങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് സ്കൂൾ കുട്ടികളും മറ്റും അങ്ങേ തലക്കിൽ നിന്ന് ഉല്ലസിച്ച് പാലത്തിലൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ജലാശയത്തിന് മുകളിലെ കാഴ്ചകൾ എത്ര പറഞ്ഞാലും മതി വരില്ല. അത്ര വിശാലമാണല്ലോ ജലാശയം. സഹ്യാദ്രി അവിടെ നിന്ന് തഴുകി തലോടിയെത്തുന്ന ഇളം പനിനീർ പോലത്തുള്ള തണുത്ത ജലം ഈ ജലാശയം മുഴുവൻ മേലാളിച്ച് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുളിർമയും നമുക്കുണ്ടാകുന്ന സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രമാത്രം വിശാലമാണ് മലമ്പുഴ അണക്കെട്ടിലെ ഈ ജലാശയം. ആ ജലാശയത്തിൻ്റെ ഭംഗിയും കുളിർമയും ആവോളം ആസ്വദിച്ച് ഞങ്ങൾ മുമ്പോട്ട് നടക്കുകയാണ്. പലതും ഞങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ കഴിയില്ല. ഞങ്ങളങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ആസ്വദിച്ച് മാക്സിമം ഉല്ലസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വലിയൊരു കാഴ്ച അവിടെ കാണുവാനിടയായി. ആ ഡാമിൻ്റെ ഇടയിൽ നിന്ന് കയറി വരുന്ന ഒരു അണ്ണാന് ഒരു ചേച്ചി ഭക്ഷണം കൊടുക്കുകയാണ്. അത് സ്നേഹത്തോടെ അത് മേടിച്ച് കഴിക്കുകയുമാണ്. അപ്പോഴാണ് കുറച്ച് കുട്ടികൾ ഞങ്ങളെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവർ പാട്ടും പാടി അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ വീഡിയോയിൽ ഞങ്ങളും പകർത്തി തരാമെന്ന് പറഞ്ഞ് അവർ പങ്കുവച്ച് ഞങ്ങളുടെയും വീഡിയോ അവർ പകർത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടുകാരും ടീച്ചർമാരൊക്കെ അവിടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പകർത്തണം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടന്ന് ഡാമിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ താഴേക്കൊന്ന് നോക്കി. അപ്പോഴാണ് എന്താണ് മലമ്പുഴ ഗാർഡൻ എന്നുള്ളതിൻ്റെ ആ ഭംഗി ആസ്വദിക്കാനാവുക. ഡാമിൽ നിന്ന് ചാടുന്ന ആ വെള്ളത്തിൻ്റെ കുത്തൊഴുകിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2 ആനകളും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ആരുടെയും കണ്ണിലും പെട്ടിട്ടുണ്ടാവില്ല. വീണ്ടും ഇടയ്ക്ക് ജലാശയത്തിലേക്കൊന്ന് കണ്ണുപിടിച്ചപ്പോൾ സഹ്യാദ്രിയിലെ മലനിരകൾ മെല്ലെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് മഞ്ഞുമലകളിൽ പോലെ മഞ്ഞുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനാലാണ് കാഴ്ചകൾ മങ്ങി കാണുന്നത്. ഇത് നിങ്ങൾക്ക് തോന്നും ഇതൊരു വരയാണോ എന്ന്. എന്നാൽ ഇതാണ് മലമ്പുഴ ഗാർഡൻ്റെ യഥാർത്ഥ ഭംഗി. അല്പം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ രാത്രിയായാൽ എല്ലാ ലൈറ്റുകളും ഓണായി വളരെ വിശാലമായി തന്നെ ആ ഗാർഡൻ്റെ ഭംഗി ഒന്നുകൂടെ ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് ലൈറ്റിടുന്ന രംഗത്തേക്ക് നിൽക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല. വീണ്ടും അത്തരം കാഴ്ചകൾ ഒന്നുകൂടെ പകർത്തി ഞങ്ങൾ മെല്ലെ മുൻപോട്ട് നീങ്ങുകയാണ്. ആരോ നല്ലൊരു ആർട്ടിസ്റ്റ് പേന കൊണ്ടും മഷി കൊണ്ടും വരച്ചെടുത്തതുപോലെ അവ വീണ്ടും തെളിഞ്ഞ് നിൽക്കുകയാണ്. പങ്കാളിക്കാണെങ്കിൽ അത് കണ്ടിട്ട് അവിടെ നിന്ന് മാറുവാൻ പോലും കഴിയുന്നില്ല. അത്രമാത്രം അങ്ങ് കാണുന്ന പടിഞ്ഞാറൻ മലകളുടെ താഴ്വാരത്താണ് ഈ ഗാർഡൻ. അങ്ങ് വടക്ക് ഭാഗത്താണെങ്കിൽ സഹ്യാദ്രി മഞ്ഞിൽ പുതച്ചു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ
ഈ ഗാർഡൻ്റെ ഈ ഭംഗി എത്തുമാത്രം മനോഹരമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോഴാണ് നോക്കുമ്പോഴാണ് കൊച്ചുകുട്ടികൾ നിരനിരയായി തുള്ളിക്കളിച്ച് ഊത്താടി വരുന്ന കാഴ്ചകൾ. അത് കഴിഞ്ഞപ്പോഴാണ് മുകളിൽ നോക്കിയപ്പോൾ ഒരു കൂട്ടം കിളികൾ നിരനിരയായി കുട്ടികളെ പോലെ തന്നെ അവരും പാറി പറന്ന് കളിച്ച് നടക്കുന്നു. ഇത്തരം കാഴ്ചകളൊക്കെ കണ്ട് ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഓരോ പീഠങ്ങളിലുള്ള ഓരോ കാഴ്ചകളും അവിടെ നിന്ന് ഓരോ ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ ഇന്നത്തെ ഡാമിൻ്റെ കാഴ്ചകൾ കണ്ട് പടിയിറങ്ങുകയാണ്. അങ്ങനെ കാണാത്ത കാഴ്ചകളും വിട്ടുപോകാത്ത ഓരോ സീനറികളും ഓരോ തലക്കിൽ നിന്നും ഒപ്പിയെടുത്ത് ഞങ്ങൾ മെല്ലെ ഇറങ്ങുമ്പോൾ വഴി തെറ്റിപ്പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വഴി ചൂണ്ടി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോഴാണ് മെമ്മറി പില്ലർ കണ്ടത്. എന്നാൽ മെമ്മറി പില്ലറിനെ കൂടെ ഒന്ന് ക്യാമറയിൽ പകർത്താമെന്ന് വെച്ചപ്പോൾ ഭാര്യയും പറഞ്ഞു ഞാനും അതിൽ പങ്കാളിയാകണം എന്ന് പറഞ്ഞ് ഭാര്യയും മെമ്മറി പില്ലറിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് അവിടുന്ന് മെല്ലെ യാത്രയാവുകയാണ്. നേരം ഇരുട്ടി തുടങ്ങി. അങ്ങിങ്ങായി ടവറുകളിലൊക്കെ ലൈറ്റുകൾ തെളിച്ചു തുടങ്ങി. ഞങ്ങൾ നല്ല ക്ഷീണിതരാണ്. അങ്ങനെ മെല്ലെ ഞങ്ങൾ ഗാർഡനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. അത് നോക്കുമ്പോഴാണ് നന്നായി പുൽച്ചെടികൾ ബുഷ് ചെടികൾ നന്നായി വെട്ടി നിർത്തിയ മുതലയും ആനയും കടുവയും എന്ന് വേണ്ട വിവിധ രൂപങ്ങളിൽ ബുഷ് ചെടികൾ കൊണ്ട് അലങ്കാരകരമായി വെട്ടി നിർത്തിയിട്ടുള്ള കാഴ്ചകൾ ഞാനവയെല്ലാം ഓരോന്നോരോന്നായി എൻ്റെ ക്യാമറയിൽ പകർത്തിയെടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് നടക്കുകയാണ്. ഒരുപാട് രൂപങ്ങൾ ഈ അടുത്തയിടെയായി വെട്ടി നിർത്തിയിട്ടുണ്ട്. ഗാർഡനിലെ പുല്ലുകളൊക്കെ വെട്ടിയിട്ട് അങ്ങിങ്ങായി ഉണങ്ങിക്കിടക്കുന്നത് കൊണ്ട് അല്പം അതിൻ്റെ ഭംഗിയിൽ മങ്ങലേറ്റിട്ടുണ്ട്. വീണ്ടും നോക്കുമ്പോൾ പുതിയ രൂപങ്ങൾ അങ്ങ് ദൂരെ തെളിഞ്ഞു കാണുന്നു. അവയെല്ലാം മെല്ലെ പകർത്തി നേരെ മുമ്പോട്ട് നടക്കുമ്പോൾ അത്യാവശ്യം ലൈറ്റുകളൊക്കെ ഓണായി തുടങ്ങി. ഇനിയാണ് ശരിക്കും ഗാർഡനിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കേണ്ടത്. പക്ഷേ അപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയത് കൊണ്ട് നമ്മൾ വീണ്ടും അത്തരം കാഴ്ചകൾ പകർത്താൻ ഒരുപാട് നേരം നിന്നില്ല. അങ്ങനെ എല്ലാം സഹിച്ചും കണ്ടും ഇന്നത്തെ മലമ്പുഴയുടെ കാഴ്ചകൾ മാക്സിമം കാണുകയും ആസ്വദിക്കുകയും ചെയ്ത് അവ ക്യാമറയിൽ പകർത്തുകയും ചെയ്ത് ഞങ്ങൾ മെല്ലെ തിരികെ പോരുകയാണ്. ഇന്നത്തെ കാഴ്ചകളും വീഡിയോകളും പൊതുവിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പച്ചപ്പാടൻ്റെ സന്തോഷം എന്ന ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും ഒരിക്കലും മറക്കരുത്. ഇനിയും ഇത്തരം നിരന്തരമായി നിങ്ങളുടെ ചാനലുകളിലേക്ക് നിങ്ങളുടെ മൊബൈലുകളിലേക്ക് പച്ചപ്പാടൻ്റെ സന്തോഷത്തിൻ്റെ പ്രകൃതിയുടെ വിവിധ വർണ്ണങ്ങളും രൂപങ്ങളും യാത്രകളുടെ വിവരണങ്ങളും വിശേഷങ്ങളുമൊക്കെ എത്തിക്കൊണ്ടേയിരിക്കും. അത്തരം കാഴ്ചകളിലേക്കും വിനോദങ്ങളും ആസ്വദിക്കുന്നതിന് നിങ്ങൾ പച്ചപ്പാടൻ്റെ സന്തോഷത്തെ ഫോളോ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനും പങ്കാളിയും ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾ മെല്ലെ ചിൽഡ്രൻസ് പാർക്കിലൂടെ മെല്ലെ പുറത്തേക്ക് കടക്കുകയാണ്. ഈ കാഴ്ചകൾ നിങ്ങൾ മുഴുവനായി കാണുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കുവച്ച് കൊടുക്കുകയും അവരോട് ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യാൻ പറഞ്ഞ് പരസ്പരം സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഗുഡ് ബൈ.